ഒരു ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് റവന്യൂയി മാറും. റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അരി മേടിക്കാനാണെന്ന് പറയാം. ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനാക്ഷി. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പുള്ളി ഇപ്പൊ എയറിലാണ്, താഴെ ഇറങ്ങിയിട്ടില്ലെന്നാണ് കേട്ടത്. മാർക്കോ എന്ന സിനിമ ഇറങ്ങിയ ശേഷമാണ് എയറിൽ കയറിയത്. വളരെ ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഒരു സിനിമ റിവ്യൂ പോലെയൊക്കെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻസ് കാണും, ഒരു പേഴ്സ്പെക്റ്റീവ്സ് കാണും, സ്വാഭാവികം. അത് നമുക്ക് പറയാം. സോഷ്യൽ മീഡിയ അതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പലരും. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഒന്നടങ്കം അടിപൊളി സിനിമയാണെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കെതിരെ ഇങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സ്വര ചേർത്ത് ഒരു ഇഷ്ടക്കേട് ആ ഒരു നടനോട് ഉണ്ടായിരിക്കണമെന്നോ? അതെ, ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. മാളികപ്പുറം എന്നുള്ളൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം സീക്രട്ട് ഏജന്റ്, അതായത് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു മൂവിക്കെതിരെ ഒരു കാര്യം പറഞ്ഞതിനെ തുടർന്ന് അവർ തമ്മിൽ ചെറിയൊരു സ്വരച്ചേർച്ച ഉണ്ടായ കാര്യം എല്ലാവർക്കും അറിയാം. അത് ആ ഒരു സമയത്ത് ഉണ്ണി വിളിക്കുകയും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നടന്നു നമുക്കറിയാം. അതിന്റെ ഒരു ഇഷ്ടക്കേട് ഇല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ സീക്രട്ട് ഏജന്റ് ഇറങ്ങി തിരിച്ചാണ് നമുക്ക് ഏത് പൊട്ടന്മാർക്കും സബ്സ്ക്രൈബേഴ്സിനും മനസ്സിലാവാന്നുള്ളൊരു കാര്യമേ ഉള്ളൂ ആ വീഡിയോ കാണുമ്പോൾ. പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഏകദേശം 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ, എനിക്ക് തോന്നി ഇപ്പൊ 5 ലക്ഷം സംതിങ് ആ വീഡിയോക്ക് വ്യൂ ഉണ്ട്. അതേപോലെ തന്നെ 16,000 പേര് കമന്റ് ഇട്ടേക്കുന്ന ആ ഒരു ചാനല്, എത്രയോ പേർക്ക് ചിലപ്പം ആ ഒരു വീഡിയോ കാണുന്നത് പലരും മാർക്കോ സിനിമ കണ്ടിട്ടില്ലാത്തവർ, കാണാൻ പോകുന്നവരൊക്കെ ആയിരിക്കും ഈ സിനിമ റിവ്യൂസ് ഒക്കെ കാണുന്നത്. ഇത് എന്തുമാത്രം ദോഷം ചെയ്യും ആ സിനിമയ്ക്കും ആ സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനൊക്കെ എന്തുമാത്രം ദോഷം ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു റിവ്യൂസ് കൊടുക്കുമ്പോൾ 99.9% ആൾക്കാരും ഈ ഒരു സിനിമയ്ക്ക്, ഞാൻ ഉൾപ്പെടെ, പോസിറ്റീവ് കമന്റ്സ് ആണ് പറയുന്നത്. എന്റെ ഫ്രണ്ട്സും കണ്ടവരുണ്ട്, എനിക്കറിയാവുന്നവരുടെ അടുത്ത് എല്ലാം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ആ മൂവിയെ കുറിച്ച് അവർ പറയുന്നുണ്ട്, സിനിമ ക്രൂ മെമ്പേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, 18 വയസ്സിന് താഴെയുള്ളവർക്കൊന്നും പറ്റിയ സിനിമയല്ല, അല്ലെങ്കിൽ ഇന്ന ഒരു ഏജ് ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് ഇന്ന ഓഡിയൻസിന് വേണ്ടിയുള്ള മൂവിയാണ്, ആ ഒരു ഓഡിയൻസ് കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പല ഇന്റർവ്യൂസിലും പല വീഡിയോസിലും എല്ലാം ഉണ്ണിമുകുന്ദനായാലും അതിൽ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം കൊള്ളേണ്ട ഒരു നിമിഷമല്ല. അതേപോലെ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു സ്റ്റോറി അല്ല, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റോറിയെ ബേസ് ചെയ്ത് അങ്ങനത്തെ ഒരു മൂവി അല്ല. മലയാള സിനിമയിൽ നമ്മൾ ആഗ്രഹിച്ച് ഇന്ന മൂവി, ഇപ്പം പല ഭാഷയിലും പല സിനിമകൾ ഇറങ്ങിയപ്പോൾ നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ മലയാള സിനിമയിൽ മലയാള ഡയറക്ടേഴ്സ് ഇങ്ങനൊരു മൂവി ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനൊരു മൂവി മലയാള സിനിമയിൽ വരണം എന്ന് പലരും ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട്. അതിനായിട്ടായിരുന്നു ഉണ്ണി എന്നൊരു വ്യക്തിയിലൂടെ ഇത്രയും വലിയൊരു, ഇതിൽ പറയാം വയലൻസ് ഫുൾ വയലൻസ് ആണ്, കണ്ടവർക്കെല്ലാം അറിയാം. അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയലൻസ് ആണ്. ഇപ്പം എല്ലാം അതിനെക്കുറിച്ചെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് ചില ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, OTT ഇറങ്ങുമ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആവുമെന്ന്. അപ്പൊ അത്രയും ഒരു മൂവിയിൽ ഇങ്ങനെയുള്ള ആര് കാണും, 18 വയസ്സിന് താഴെയുള്ളവർ കാണണ്ടെന്നൊക്കെ പറയുന്ന ഒരു മൂവിയാണ്. അപ്പൊ അതൊന്നും സീക്രട്ട് ഏജന്റിന് ഇഷ്ടപ്പെട്ടില്ല, സിനിമ പിടിച്ചില്ല, അടുത്തിരുന്ന ആളുടെ ചെവി വരെ കടിച്ചു പറിച്ചുകൊണ്ടാ വന്നെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അശ്വൻ കോക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, സിനിമയുടെ റിവ്യൂസ് ഒക്കെ പറയുന്നത്. അതിനകത്ത് ഓൾറെഡി ആ വ്യക്തി ക്യാരക്ടേഴ്സിന്റെ ആ ഒരു രീതിയിലൊക്കെ വന്ന് കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ടാണ് റിവ്യൂ പറയുന്നത്. മേ ബി പുള്ളിക്കാരൻ അത് പിടിച്ചായിരിക്കും, പക്ഷെ ചീറ്റിപ്പോയി. എനിക്ക് അങ്ങനെയാണ് തോന്നി. എനിക്ക് ശരിയാണ് വന്നത് കേട്ടോ വീഡിയോ കണ്ടിട്ട്. എന്തായാലും ബാക്കി നോക്കാം. കണ്ടത് ബ്ലഡ് ആണോ? അതില് ബ്ലഡ് മാർക്കോ ചെവി അടിക്കട്ടെ, ആകെ 2 ചെവികളുള്ളത്. ഓക്കെ, അപ്പൊ മാർക്കോ വണ്ടി ഇറങ്ങി. വയലന്റ്, ദ മോസ്റ്റ് വയലന്റ്, എക്സ്ട്രാ വയലന്റ്, ഓവർ വയലന്റ്, വയലൻസ്. തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ അത് കേട്ട് മടുത്തുണ്ട്. ടോട്ടലി എത്ര വയലൻസ് പറഞ്ഞതെന്ന് തന്നെ അറിയത്തില്ല. പറയുന്നുണ്ട്, സീക്രട്ട് ഏജന്റ് തന്നെ പറയുന്നുണ്ട് വയലൻസ് ആണ്, ആ മൂവിയിൽ വയലൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ, അതായത് ട്രെയിലർ കണ്ടു പോകുമ്പോൾ, നമ്മളെ ട്രെയിലർ കണ്ട ആ ഒരു ഇത് സിനിമയിൽ കിട്ടാറില്ല. പക്ഷെ ഇത് ട്രെയിലറിനോട് നീതി പുലർത്തിയ സിനിമ എന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 100% ട്രെയിലറിനോട് നീതി പുലർത്തിയ സിനിമ തന്നെയാണ്. വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും കാണേണ്ട മൂവി തന്നെയാണ്. എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്.
എന്തായാലും കാണുമല്ലോ, എവിടെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് ചെറിയൊരു കീടാണ് കാണത്തില്ലേ, അതാണെന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. ഞാനൊരു കാര്യം പറയാം. ഓക്കെ, വയലന്റ് മൂവി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ബ്രൂട്ടലി വയലന്റ് അല്ലേ? ബ്ലഡ് ബാത്ത് അല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷന്റെ ഒക്കെ മുകളിൽ പോയിട്ടുണ്ട്. അതായത് ഒരു ബ്ലഡ് ബാത്ത് നിന്നൊക്കെ മാറിയിട്ട് ഒരു ബ്ലഡ് ഷവർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചോര പുഴ നായകനാണെങ്കിലും വില്ലൻ അത് തന്നെ അല്ലേ, ചെവി കടിച്ചു പറിച്ചോണ്ടൊക്കെ വന്ന്, എന്താണ് ദൈവമേ ചെവി കടിച്ചു പറിച്ചോണ്ട് വന്ന്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമുക്കിപ്പോ ഒരു വ്യക്തിയോട് ഒരു പേഴ്സണലി ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട പല സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ശത്രു ആണെങ്കിൽ പോലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്താണ് അത് മലയാളികൾക്ക് പറ്റാത്ത എന്നാണ് മലയാളികൾ സത്യം പറഞ്ഞാൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറ്റത്തില്ല, അംഗീകരിക്കാനുള്ള മനസ്സില്ല. പല കാര്യങ്ങളും പലരും ചെയ്യുന്നത് നമുക്ക് അംഗീകരിക്കാൻ ഉള്ള മനസ്സില്ല. എല്ലാവരും സന്തോഷമാണ്. ഉണ്ണിമുകുന്ദന്റെ ഒക്കെ ഓരോ വീഡിയോസിൽ അത്രയും എനിക്ക് തോന്നുന്നു ഉണ്ണിമുകുന്ദനെ പറ്റിയ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം റൊമാൻസ് ആയാലും പല രീതിയിലുള്ള വയലൻസ് ഓൾറെഡി പറയുന്നുണ്ട്. വയലൻസിനകത്ത് എവിടെ നമ്മൾ റൊമാൻസ് കൊണ്ട് വെക്കുമെന്ന് എനിക്ക് പറ്റാത്തത്. ഉണ്ണിമുകുന്ദൻ ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയത്. അത്രയും അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ആക്ടിങ് ആയാലും അതിന് ഉണ്ണിമുകുന്ദൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലരും അത് തന്നെയാണ് പറയുന്നത്. ഉണ്ണിമുകുന്ദന് പറ്റിയൊരു റോള് തന്നെയാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. നിഖിൽ നഗേഷ് സംവിധാനം ചെയ്ത ഹിന്ദിയിൽ ഒരു കില്ലെന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്. ആ മൂവി കണ്ടവർക്കറിയാം, അത്യാവശ്യം നല്ല വയലൻസ് ഒക്കെ ചേർന്ന ഒരു മൂവി തന്നെയാണ്. എനിക്ക് തോന്നി ആ കില്ലിന്റെ മണ്ടയ്ക്ക് നിൽക്കുന്ന മൂവിയാണ് മാർക്കോ, അത്രയും തന്നെ പറയും. എനിക്കതാണ് ഫീൽ ചെയ്തത്. ഇപ്പൊ ആ ഒരു മൂവി കണ്ടവർക്കറിയാം, നമ്മുടെ മലയാള മൂവിയിൽ ഒരുപാട് നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ മലയാള സിനിമ ഇങ്ങനെ ഉയർന്നു വന്നോണ്ടിരിക്കണമെന്നാണ്. അപ്പൊ ഇത്രയും ഒരു സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല. ആ ഒരു സിനിമ വരുമ്പോൾ നമ്മള് അത്രയും നല്ലതാണ്, നെഗറ്റീവ്സ് കമന്റ്സ് ഒന്നും അത്രയും ഇല്ലാത്ത സിനിമ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കേണ്ട അടുത്ത് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഉണ്ണിമുകുന്ദന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ ഇത് മാത്രല്ലല്ലോ ഉണ്ണിയും ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറും നിങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. അതിപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ ഓഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ, അതാണെങ്കിലോ അതിനെ കുറിച്ചാണെങ്കിലോ? അത് ഞാൻ പറഞ്ഞിട്ട് സിനിമയായിട്ട് കാണാതെ ഒരു സ്പെക്യുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. എനിക്ക് നമ്മുടെ സഹിക്കാൻ പറ്റിയില്ല കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് റവന്യൂ ആയി മാറും. റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണ്, അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അരി മേടിക്കാനാണെന്ന് പറയാം. അങ്ങനെ ഒരാൾ പറയണേ ഞാൻ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമല്ല, ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന്. ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെ ഈ പണിയെടുക്കുന്നത്. പുള്ളിയും അത് ചെയ്യണേ. പുള്ളിയുടെ വീട്ടിൽ ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ. പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളോ കുട്ടികളോ ഉപയോഗിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക. അപ്പം എൻ്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിൽ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ്. എനിക്ക് അത്രയും പറയാം. ബിക്കോസ് അയാൾ പറയാനില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന്. പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഇന്റർവ്യൂ മാളികപ്പുറം എന്നുള്ളൊരു സിനിമ ഇറങ്ങിയ ശേഷം ഉണ്ണിമുകുന്ദൻ കൊടുത്തിരുന്നതായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടവർക്കെല്ലാം അറിയാം, ആ തക്കതായ മറുപടി നൈസിൽ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോഴും സീക്രട്ട് ഏജന്റിനെ പൊങ്കാല ഇട്ടോണ്ടിരിക്കുകയാണ്. അത്രയും അതിനുശേഷം ഇത് PR-ന്റെ കളിയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ സീക്രട്ട് ഏജന്റ് ഇറക്കിയിരുന്നു. എന്ത് PR? നമുക്ക് ഒരു വ്യക്തി ചെയ്യുന്നൊരു കാര്യം ഇഷ്ടപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അല്ലാണ്ട് മറ്റേ കുശുമ്പും മുന്നായ്മയൊക്കെ വെച്ച് ഒട്ടും അസൂയയില്ല അല്ലേ? കമന്റ്സ് ഒക്കെ വായിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ മലയാള സിനിമയിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൂവീസ് വരട്ടെ ഇല്ലേ? അത്രയും ഉയർന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ അത് ആരുടെ നേട്ടമാണ്? നമ്മുടെ നേട്ടമല്ലേ? ഇപ്പം പല ഭാഷകളിലും KGF-ഉം അതേപോലെ തന്നെ പല മൂവീസും ഒക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ മലയാള മൂവിയിലും നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി ചെയ്തിരുന്നു എന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. അപ്പം അത്രയും നല്ലൊരു മൂവി. വയലൻസ് ഞാൻ പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. വയലൻസ് ആണ്, ഫുൾ വയലൻസ് ആണ്. ഒരു സ്റ്റോറി ബേസ് മൂവി അല്ല.
പക്ഷെ അത്യാവശ്യം നല്ല മൂവിയാണ്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ബ്ലഡിന്റെ കളികളൊക്കെ തന്നെയാന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ അഴിഞ്ഞാടിയ സിനിമ, അത്രയും തന്നെ പറയാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.